എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പൊട്ടറ്റോ തൈരിൻ്റെ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തോലെല്ലാം കളഞ്ഞ് നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇതേ വലിപ്പത്തിൽ. ഇനി ഒരു പാത്രം വെക്കുക. അതിലേക്ക് ഒരു 3/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മൈദ. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോയിൽ തന്നെ ഇത്തിരി വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പാൽപ്പം വെള്ളം ഒഴിച്ച്, ഞാനിപ്പോൾ 1 സ്പൂണ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള, നല്ലൊരു ചോറിനൊക്കെ നല്ല ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ആ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് തിരുമ്മി വയ്ക്കുക. ഈ സമയം തന്നെ ഞാൻ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ മസാല ചേർത്ത ഉടനെ തന്നെ പൊരിച്ചെടുക്കണം. കാരണം ഇത് വെക്കാനേ പറ്റില്ല, വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ മസാലയൊന്നും പിടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മളിത് മസാല പുരട്ടിയ ഉടനെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇതേ ടൈറ്റിലാണ് മസാല പുരട്ടിയിരിക്കുന്നത്. ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി പൊട്ടറ്റോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട ഉടനെ ഒന്ന് ഇളക്കരുത്. അപ്പോൾ എണ്ണ ആ ചൂടിൽ തന്നെ നിൽക്കട്ടെ. ചൂടൊട്ടും കുറയ്ക്കാൻ പാടില്ല. ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾക്കത് കോരി മാറ്റാം. അപ്പോൾ ഈ പരുവത്തിൽ വേണം നമ്മളത് കോരിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബാക്കി കൂടി അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ബാക്കി പൊട്ടറ്റോ കൂടി ഞാൻ അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തീ ചൂട് കുറയാതെ നോക്കണം. ഇട്ടതിന് ശേഷം ഒന്ന് അല്പം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതിയെ ഇളക്കിയിട്ട് നമ്മൾക്ക് അത് വറുത്ത് പോരാം. അപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടറ്റോയും ഇതേപോലെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് പൊട്ടറ്റോ കൃത്യമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടുന്ന തേങ്ങ എടുക്കണം. ഒരു അരമുറിയുടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം, ഒരു 2 പച്ചമുളക് ചേർത്തിട്ട് നമ്മൾക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് വരാം. തേങ്ങ ഇതേ കണ്ടീഷനിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് ആ അരച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറ് കഴിയാൻ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഇത് നമ്മൾ ലൂസിലുള്ള കറിയല്ല, ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 150 മില്ലി തൈര്, നല്ലതുപോലെ നമ്മൾ അടിച്ചെടുത്ത തൈരാണ്. അതും ആ തേങ്ങയും കൂടി നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആ തൈരും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതേ കണ്ടീഷനിലായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് നമ്മുടെ ഒരു പച്ചടിയുടെ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതായത് ഇത് ഒരിക്കലും അധികം തിളച്ച് പോകരുത്.
ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാതെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് പൊട്ടി വരുന്നുള്ളൂ. ഒരിക്കലും തിളച്ച് പോകണ്ട. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലൊന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബാക്കി പൊട്ടറ്റോ കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 2 പൊട്ടറ്റോയ്ക്കും മിക്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ തേങ്ങയും തൈരും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഞാൻ അതിൻ്റെ ഉപ്പ് ഒന്നുകൂടി നോക്കുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഒന്നുകൂടി ഇളക്കുക. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. അതിനായിട്ടൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുക്, ഒരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു തണ്ട് കരിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നമ്മൾക്ക് ആ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി അത് ഉപയോഗിക്കാം. അപ്പോൾ ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കും. പൊട്ടറ്റോ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ചോറിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ച കറിയും പിന്നെ നമ്മളെ പൊട്ടറ്റോ തൈര് കറിയും കൂടി ഉണ്ട്. ഇതിൽ വേറൊരു കറി തന്നെ ഒന്നും വേണ്ട. ഈ പൊട്ടറ്റോ കറി തന്നെ മതിയാവും. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.